എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലി അലീനയും വല്യപ്പച്ചനും തോട്ടമൊക്കെ കണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് സ്റ്റാൻലി വേഗം വീടിനുള്ളിലേക്ക് കയറിപ്പോവും. അലീനയാണെങ്കിൽ വല്യപ്പച്ചനെ കൈയൊക്കെ പിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നടന്ന് വരുമ്പോൾ തന്നെ ഇങ്ങനെ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും കണ്ടോന്ന്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടാൽ തീരുന്നതല്ലല്ലോ, ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ അലീനയും വല്യപ്പച്ചനും കൂടെ വീടിനുള്ളിലേക്ക് കയറിപ്പോവേ. അപ്പോൾ ആൻ്റപ്പനും വിനോദവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ എന്തിനാ കൊച്ചിനെ നമ്മുടെ എസ്റ്റേറ്റും ഫാക്ടറിയും ഓഫീസൊക്കെ കൊണ്ടുവച്ചെന്ന് കാണിക്കുന്നത് എന്നിങ്ങനെ വിനോദ് ആൻ്റപ്പനോട് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ വിനോദിനോട് പറയും എസ്റ്റേറ്റ് എങ്ങാനും ആ കൊച്ചിനെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയും. അപ്പം ഇന്നലെ വന്ന കൊച്ചിനെ അങ്ങനെ എസ്റ്റേറ്റൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ ഇതിലെന്തോ നമ്മളറിയാത്ത എന്തോ കാര്യം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിനോദ് പറയുമ്പോൾ എന്തായാലും നമുക്കതെന്താണെന്ന് അറിയില്ല, അതൊക്കെ കേണൽ സാബിനല്ലേ അറിയത്തുള്ളൂ, നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ ആൻ്റപ്പൻ പറയും കേട്ടോ. അപ്പോൾ വിനോദ് പറയും ഇനിയിപ്പോൾ നമ്മുടെ ജോലിയും കൂടി പോവോ, നമ്മൾ ഇവിടുന്ന് പുറത്താവോ എന്നൊക്കെ ഇങ്ങനെ വിനോദിൻ്റെ ഒരു ആശങ്ക പറയുന്നുണ്ട് കേട്ടോ ആൻ്റപ്പനോട്. പിന്നീട് അത് കഴിഞ്ഞ് വല്യപ്പച്ചൻ അലീനയോട് ചോദിക്കുന്നുണ്ട്. സ്റ്റാലി നേരെ ചെന്ന് അവിടെ സോഫയിൽ ഇരിക്കുകയാണ്. അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ ഇനി നിനക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോ, ബ്യൂട്ടി പാർലറിലോ അതോ അടുത്തുള്ള പള്ളിയിൽ എവിടെയെങ്ങാനും പോകണോ എന്ന് ചോദിക്കുമ്പോൾ അലീന ഇവിടെ അടുത്ത് എങ്ങാനും ഓർഫനേജ് ഉണ്ടോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം ആയാലും മതി എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്നാൽ അവിടെ പോയി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയേ. അത് കേൾക്കുമ്പോൾ തന്നെ സ്റ്റാൻലിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഓർഫനേജിൻ്റെ ലിസ്റ്റ് എടുക്കണമെങ്കിൽ ആൻ്റപ്പനോട് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ അലീന തിരിച്ച് പറയാണ് ആൻ്റപ്പ ചേട്ടനല്ലല്ലോ എൻ്റെ പപ്പ എന്ന് പറയും കേട്ടോ. പിന്നീട് സ്റ്റാൻലി ആണെങ്കിലും ഇങ്ങനെ വല്യപ്പച്ചനോട് പറയുകയാണ് ഇവൾക്ക് നമ്മുടെ തോട്ടമൊന്നും ഇഷ്ടമായിട്ടില്ല, അതുപോലെ തന്നെ അവിടെ നിന്ന് അത്രയും വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ സ്റ്റാൻലി പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എനിക്ക് തോട്ടം ഇഷ്ടമാവാത്ത കേടൊന്നുമില്ല, എനിക്ക് തോട്ടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അവിടുന്ന് കിട്ടുന്ന തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് ഒരു പങ്ക് ഇങ്ങനെ അനാഥാലയത്തിനൊക്കെ കൊടുക്കാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അതുകൊണ്ട് അത് അവർക്കൊരു സഹായമായിരിക്കുമല്ലോ, ഞാൻ 23 വർഷം ഒരു അനാഥാലയത്തിലല്ലേ ജീവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മതി നിർത്തി, കുറേ ആയി ഞാനിത് കേൾക്കുന്നു എന്നാണ് കേട്ടോ സ്റ്റാൻലി പറയുന്നത്. എനിക്ക് ഈ അനാഥാലയം എന്ന് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനൊക്കെ വരികയാണ് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്നതേ ഇഷ്ടമല്ല എന്ന് സ്റ്റാൻലി അങ്ങ് അലീനയോട് തുറന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കതങ്ങനെ മറക്കാനൊന്നും പറ്റത്തില്ല, ഞാനിങ്ങനെ 23 വർഷം അവിടെയാണ് ജീവിച്ചത്, അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും, അതുകൊണ്ട് എന്നെ അവിടെ തന്നെ കൊണ്ടുവിട്ടേക്ക്, അത് അനാഥാലയം എന്ന് കേൾക്കുന്ന പോലെ തന്നെ അനാഥാലയത്തിൽ നിന്ന് വന്ന ആളെ ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ എന്നെ ഇഷ്ടപ്പെടാത്തടുത്ത് നിൽക്കുന്നതിൽ കാര്യമില്ല, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവിട്ടേക്ക്, അല്ലെങ്കിൽ എനിക്ക് പാലായിക്കുള്ള വണ്ടിക്കൂലി തന്നാലും മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, നിന്നെ ഇഷ്ടമില്ല എന്നും പറഞ്ഞില്ല, നിന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് നിന്നെ മകളായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അലീനയ്ക്ക് ഇങ്ങനെ കുറച്ച് വിഷമമായി എന്ന് വല്യപ്പച്ചൻ മനസ്സിലായതുകൊണ്ട് തന്നെ വല്യപ്പച്ചൻ പറയുന്നുണ്ട് എൻ്റെ ചിഹ്നം ഇത്രയൊക്കെ ഉള്ളൂ, ഇങ്ങനെയൊന്നല്ല, എന്തായാലും നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, മോള് എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നേന്ന് പറഞ്ഞ് അലീനനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് വല്യപ്പച്ചൻ പോകും കേട്ടോ. സ്റ്റാൻലിക്കാണെങ്കിൽ അലീന ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സ്റ്റാൻലിനെ ഇതുവരെ ആരും എതിർത്തൊന്നും സംസാരിക്കാറില്ലല്ലോ, സ്റ്റാൻലി പറയുന്നത് എല്ലാവരും അനുസരിച്ച് നിൽക്കുന്ന അതാണ് സ്റ്റാൻലിക്ക് ഇഷ്ടം, അതുകൊണ്ട് തന്നെ അലീന അങ്ങനെ എതിർത്ത് പറയുന്നൊന്നും സ്റ്റാൻലിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ലേ. പിന്നീട് സ്റ്റാൻലി പതിവ് പോലെ തന്നെ മദ്യപിക്കാനിരുന്നു. അപ്പോൾ വല്യപ്പച്ചൻ നീ തുടങ്ങിയോ എന്ന് ചോദിച്ച് വരും. അപ്പോൾ എന്താ അപ്പച്ചന് വേണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താ ഒരു സംസാരത്തിനൊരു കനം എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് അവളെന്താ എന്ത് പറഞ്ഞാലും ഇങ്ങനെ എന്നോട് യുദ്ധത്തിന് വരുന്നത്, അവൾ എന്നെ അതുപോലെ തന്നെ ആരും ഇങ്ങനെ എതിർത്തൊന്നും സംസാരിച്ചിട്ടില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു കുഴപ്പം നിനക്കുണ്ട് എന്നിങ്ങനെ അലീനേനെ സപ്പോർട്ട് ചെയ്താണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം, ഇങ്ങനെ അവളുടെ സൈഡ് പറയാനല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും അല്ലടാ, അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു, അവൾ ചോദിച്ചതിൽ എന്താ തെറ്റ്, അവൾ ഇങ്ങനെ ഇത്രയും കാലം ജീവിച്ചത് ഒരു അനാഥാലയത്തിലാണ്, അപ്പോൾ അവരെ പോയി സഹായിക്കണം എന്ന് അവൾ ഇങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അവൾ അവളുടെ ഇങ്ങനെ പപ്പയോടല്ലേ പറഞ്ഞത്, അത് നീയല്ലേ നടത്തി കൊടുക്കേണ്ടത്, അല്ലാതെ അവൾ വേറെ അനാഥാലയം പുതിയത് പണിയണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവർക്ക് ചെറിയൊരു സഹായം ചെയ്തു കൊടുക്കണം അത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുകയാണ് എനിക്ക് ആ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയാം. ചിലർക്കൊക്കെ അത് കേൾക്കുമ്പോൾ അങ്ങനെ ചിലപ്പോൾ പൊള്ളുകയും കൊള്ളുകയൊക്കെ ചെയ്യും, അത് അവർ ചെയ്തു വെച്ചതിൻ്റെതാണെന്ന് പറയും കേട്ടോ. പലീന ഇങ്ങനെ അനാഥാലയത്തിൽ ജീവിക്കാൻ കാരണം വല്യപ്പച്ചനാണല്ലോ ഒരു കാരണം, അപ്പോൾ അതും കൂടെ കൊള്ളിച്ചാണ് സ്റ്റാൻലി പറയുന്നത്. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട് ശരിയാണ്, ഞാനും അതിനൊരു കാരണം തന്നെയാണ്, പക്ഷേ നമ്മൾ ആ തെറ്റ് തിരുത്തല്ലേ വേണ്ടത്, അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ
സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, അപ്പച്ചന് അവളെ പേടിയാണ്, അപ്പച്ചൻ്റെ ചിന്നമ്മയല്ലേ അവള് എന്ന് പറയുമ്പോൾ എനിക്കാരെയും പേടിയൊന്നുമില്ല എന്ന് വല്യപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നേക്കാളും വലുതല്ലല്ലോ അവള്, പക്ഷേ അവള് പറഞ്ഞതിൽ അവളുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ അപ്പച്ചൻ പറയുവേ. അപ്പോൾ എന്നാൽ അപ്പച്ചനൊരു കാര്യം ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് പെഗ് ഒഴിച്ചിട്ട് അതങ്ങ് കുടിക്കാൻ കൊടുക്കും കേട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തോ ഒരു തലവേദനയുണ്ട്, വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ അത് തലവേദന മാറാൻ ബെസ്റ്റ് സാധനമാണെന്ന് സ്റ്റാൻലി പറയേ. അപ്പോൾ എനിക്ക് വേണ്ട, ഒന്ന് കിടന്നുറങ്ങിയാലും മാറും എന്നൊക്കെ പറഞ്ഞിട്ട് വല്യപ്പച്ചൻ അവിടെ നിന്ന് എണീറ്റ് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തിനെയാണ് കാണിക്കുന്നത്. വൈജയന്തി പുതിയ സെർവൻറ്റിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ സെർവൻറ്റ് വീട്ടിലേക്ക് ഓട്ടോയിലാണ് കേട്ടോ വരുന്നത്. ഓട്ടോ കാശൊക്കെ കൊടുത്ത് നേരെ കയറി വരും വൈജയന്തിയുടെ അടുത്തേക്ക്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ വീട് ഞാൻ റോഡിലൂടെ പോകുമ്പോൾ പല തവണ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങോട്ടാണ് ഞാൻ വരുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറയും. എന്നിട്ട് പിന്നെ സെർവൻറ്റിനോട് കയറി വരാൻ പറയുന്നുണ്ട്. ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കി കേട്ടോ. ഡ്രസ്സൊക്കെ ഈ സഞ്ചിയിലുണ്ട്, ഇനിയിപ്പോൾ ഇവിടുന്ന് നൈറ്റിയോ ചുരിദാറോ പഴയത് എന്തെങ്കിലും തന്നാലും ഞാൻ അതും ഇട്ടുകൊണ്ട് നടന്നോളാം എന്ന് പറയുമ്പോൾ, അതൊക്കെ നോക്കാം, നീ കയറി വാ എന്ന് പറയും കേട്ടോ. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങ് പോവാണ്. ഹാളിൽ ചെന്നിട്ട് അവിടുന്ന് ബബിതേനെ നീട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. ബബിത അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കും. അപ്പോൾ നീ എന്താ അവിടെ എടുക്കുന്നതെന്ന് നോക്കുമ്പോൾ, ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു, പിന്നെ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, നിൻ്റെ പണി ഇപ്പോൾ അതാണോ എന്ന് ചോദിക്കും കേട്ടോ വൈജയന്തി. അതെ, ഇപ്പം എൻ്റെ പണി ഇതാണെന്ന് പറയേ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ജോലിയൊന്നും ചെയ്യണ്ട, അതിന് വേണ്ടിയിട്ട് പുതിയ ജോലിക്കാരീനെ കിട്ടിയിട്ടുണ്ട്, ഇതാണ് പുതിയ ജോലിക്കാരി എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തും കേട്ടോ. അപ്പോൾ ഇതുവരെ ഇത്രയും ദിവസം ഞങ്ങൾക്ക് അങ്ങനെ ആരും ഞങ്ങളെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നിങ്ങനെ ബബിത പറയുമ്പോൾ, നാളെ മുതൽ ജോലിയൊന്നും ചെയ്യേണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോഴേക്കും കൃഷ്ണേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ അടുക്കളയിലായിരുന്നു. അപ്പോൾ ബബിത കൃഷ്ണ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, അമ്മ പുതിയ ജോലിക്കാരീനെ പരിചയപ്പെടുത്താൻ വിളിച്ചതാണ് എന്ന് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും പുതിയ ജോലിക്കാരിനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണും ഒലക്കയുടെ മൂടൊക്കെ ഉണ്ടോ, അതൊക്കെ വേണം ഇവിടെ പിടിച്ച് നിൽക്കാനെന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്താ അവളെ പേടിപ്പിക്കുകയാണോ എന്ന് കേട്ടോ. എന്നിട്ട് അമ്മയ്ക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും കൃഷ്ണ. അപ്പോൾ ആ ചായ എടുത്തോ, ഇന്നും കൂടെ മതി, നാളെ തൊട്ട് വേണ്ടാന്ന് പറയട്ടെ. അപ്പോൾ കൃഷ്ണ ചായ എടുക്കാനായിട്ട് അവിടുന്ന് പോകും. പിന്നീട് ബാലേന്ദ്രൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരികയാണ്. മുകളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണ ചായ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും. വൈജയന്തിയും ബബിതയും അതുപോലെ തന്നെ സെർവൻറ്റും കഴിക്കുന്നുണ്ട് ചായ. അപ്പോൾ അച്ഛന് ചായ വേണ്ടേന്ന് ചോദിക്കും. അപ്പോൾ ചായ എടുത്ത് ചെയ്യാനായിട്ട് അങ്ങോട്ട് വരുന്ന സമയത്താണ് അവിടെ പുതിയ ജോലിക്കാരി നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ആരാന്ന് ചോദിക്കും. അപ്പോൾ ആ ജോലിക്കാരി തന്നെ അവളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് സുനിത എന്നാണ്, പുതിയ ജോലിക്കാരിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ പുതിയ ജോലിക്കാരീനെ വെച്ചതാണെന്നും പറയുമ്പോൾ, ആര് ശമ്പളം കൊടുക്കും ഇവക്ക് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയും, അത് ഞാൻ കൊടുത്തോളാന്ന് കേട്ടോ. അപ്പോൾ ബബിതേനോട് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ പിന്നീട്, ഇവിടെ ഒരു ജോലിക്കാരിയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പോന്ന്. ഒരാവശ്യമില്ലായിരുന്നു, അമ്മ വെച്ചതാണെന്ന് ബബിതയും പറയും കേട്ടോ. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് പോകും. പിന്നീട് വൈകിട്ട് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബബിതേനെ കുറേ വിളിച്ചു വൈജയന്തി. അപ്പോൾ ബബിത ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് കേൾക്കാത്തതുകൊണ്ട് തന്നെ വൈജയന്തി വന്ന് പറയുന്നുണ്ടായിരുന്നു, എത്ര സമയമായി ഞാൻ നിന്നെ വിളിക്കുന്നു, ആദ്യം ടി വിയുടെ വോളിയം അങ്ങ് കുറയ്ക്കൂട്ടെ, എന്തിനാ ഇത് ഇത്രയും സൗണ്ടിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേന്ന് ചോദിച്ച് എല്ലാവരെയും വിളിക്കും. അപ്പോൾ കൃഷ്ണേനെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണക്കുട്ടി എന്ന് പറഞ്ഞിട്ടാട്ടോ ബബിത വിളിക്കുന്നത്. എന്ത് കൃഷ്ണൻകുട്ടിയോ, എന്തൊക്കെയാടി നീ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളങ്ങനെ പലതും വിളിക്കും, അത് അമ്മ നോക്കണ്ടെന്ന് പറയും. എന്നിട്ട് പിന്നെ കൃഷ്ണനോട് രോഹിതിനെ അച്ഛനെയൊക്കെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാന്നാണ് കേട്ടോ ആദ്യം കൃഷ്ണ പറയുന്നത്. എന്തായാലും പിന്നീട് കൃഷ്ണ പോയി വിളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും സുനിതയും അതുപോലെ തന്നെ വൈജയന്തിയും കൂടെ ഭക്ഷണമൊക്കെ എടുത്ത് ഇങ്ങനെ പ്ലേറ്റും ഒക്കെ എടുത്ത് നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനും രോഹിത്തും നേരെ വാഷ്റൂമിൻ്റെ അങ്ങോട്ട് ശരിയുടെ അങ്ങോട്ടേക്ക് പോകുന്നു. എന്നിട്ട് കൈ കഴുകുന്നതിൻ്റെ ഇടയിൽ രോഹിത്ത് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ എൻ്റെ ബൈക്ക് ഇങ്ങനെ പഴയതായിട്ടുണ്ട്, എനിക്കതൊന്ന് മാറ്റി വാങ്ങണമായിരുന്നു എന്ന് പറയും. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എത്ര വർഷമായി വാങ്ങിയിട്ടെന്ന്. അപ്പോൾ 3 വർഷമായി എന്ന് പറയേ. പിന്നീട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കും. പിന്നീട് വൈജയന്തി ആണെങ്കിലും സുനിതയോട് അവിടെ ഇരിക്കാൻ പറയാണ് കേട്ടോ. എന്തിനാ വായി നോക്കിയിരിക്കുന്നത്, നീയും കൂടി ഇരുന്ന് കഴിച്ചോ എന്ന് പറയും. അപ്പോൾ സുനിത അവിടെ അങ്ങ് ഇരിക്കുക. അപ്പോൾ ബാലേന്ദ്രൻ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മക്കളും ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. സുനിത ഭക്ഷണം വിളമ്പാൻ നിൽക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയാണ്, സുനിത ഭക്ഷണം വിളമ്പാൻ വരട്ടെ എന്നിങ്ങനെ പറയേ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് വൈജയന്തി ബബിതയോടും കൃഷ്ണമോളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്നെങ്കിലും ഞാൻ നിങ്ങളുടെ ചിലവിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം, പക്ഷേ ഇപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് അനുസരിച്ച് എല്ലാവരും ജീവിച്ചോണം എന്നൊക്കെ വൈജയന്തി മക്കളോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയും സ്റ്റാൻലിയും വല്യപ്പച്ചനോട് ഭക്ഷണം കഴിക്കാൻ, അലീനയ്ക്ക് സ്പൂൺ കൊണ്ട് കഴിക്കുന്നൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ വല്യപ്പച്ചനെ നോക്കുമ്പോൾ വല്യപ്പച്ചൻ കൈകൊണ്ട് കഴിക്കാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കൈകൊണ്ട് എടുത്ത് കഴിക്കുന്ന സമയത്ത് സ്റ്റാൻലിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യപ്പെട്ട് അലീന എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്.